ഹലോ, എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖാണോ? അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ ഒരുങ്ങിക്കാണ്. രാവിലെ തന്നെ നേരം വെളുക്കണുള്ളൂ, വെളുത്തിട്ടില്ല. അപ്പൊ രാവിലെ തന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ചക്ക കിട്ടിയോ? നല്ല മൂത്ത ചക്കയാണ്. അപ്പൊ ഇന്ന് എന്ത് ചെയ്യുന്നറിയോ? ചക്ക കൂട്ടാനാണ് ചായന്റെ കടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ തന്നെ ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടിയോ? എന്താ വിശേഷം? എല്ലാവർക്കും സുഖാണോ? ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ചക്ക കിട്ടിക്കണമെങ്കിൽ കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വർഷം ആദ്യമായിട്ടാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ പറയാ, ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി കാണണമെങ്കിൽ എല്ലാവരും വീഡിയോ കാണാൻ വരിട്ടോ. ഞാന് പിന്നെ എന്താ പറയാ, സ്പെഷ്യലായിട്ടുള്ള കൂട്ടാനൊന്നുമല്ല, സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കണ അതുപോലെയുള്ള കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ചക്കയൊക്കെ ഞാൻ മുറിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഈ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ഈ മടലുണ്ട് ഇതിമ്മ ലേശം, എന്നിട്ട് അതിങ്ങനെ വെച്ച് ഇങ്ങനെ അരിയും. അപ്പൊ ഇതിമ്മ കുറച്ച് മടലുണ്ട് കേട്ടോ. അപ്പോൾ വെറും ചുള മാത്രമല്ല, മടലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അപ്പോൾ അത് അങ്ങനെയാണ് ഇത് നോക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയാണിന്ന്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ചക്ക? ചക്ക ഇഷ്ടമല്ലാത്തവരുണ്ടോ? ചക്ക ഇഷ്ടമല്ലെങ്കിലും ചക്ക കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് കേട്ടോ. ഈ ചക്ക വയറ് നിറച്ച് 4 നേരം കഴിച്ചാലും നമ്മൾ തടി കൂടൂല. നമ്മുടെ ശരീരത്തിലുള്ള നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ പോവുകയുള്ളൂ ചെയ്യുക. നല്ലതാണ്. പഴുത്തതായാലും പച്ചയാണെങ്കിലൊക്കെ നല്ലതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ചക്കക്കൂട്ടാൻ സ്പെഷ്യലാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരാം. എല്ലാവരും വരി. ഇന്നത്തെ ചക്കക്കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം എല്ലാവരും വരി. ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണതും ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണാം. ചക്കയിലേക്ക് ഞാൻ കുറച്ച് നാളികേരം എടുത്തിക്കണ്. പിന്നെ നല്ല ജീരകം അരക്കും ചക്കയിൽ. ഒരുപാട് നല്ല ജീരകമായ എന്താണെന്നറിയോ? വെറും നല്ല ജീരകത്തിന്റെ ചൊവ്വയും പിന്നെ 2 വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക. കുറേ നാളികേരം ആവരുത് കേട്ടോ. അപ്പൊ ചക്കേന്റെ ടേസ്റ്റ് പോയി ഒരു നാളികേരത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ചക്ക വെന്തിട്ടോ, നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച നാളികേരവും വറവിട്ടുങ്ങാണ്ട് കടുകും കറിവേപ്പിൻ്റെയും ഒക്കെ പാടിട്ടിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളകും നാളികേരവും ഉള്ളികളൊക്കെ ചതച്ചതേ ഇട്ടെടുക്കട്ടെ. ഇത് ജാറിന്ന് തുടച്ച് മുഴുവനും ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കട്ടെ. ചതച്ചതൊക്കെ ഇതിൽ കണ്ട് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിൻ്റെലയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുണ്ട് ഇളക്കുമ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ ടേസ്റ്റാവും. കടുക് കരിയാതെ പൊട്ടി വരണം. ഇതൊക്കെ പാടെ ഒന്നിച്ചിട്ടിട്ട് അവിടെ ഇളക്കി കൊടുക്കുക. ഇനി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അതന്നെയാണ് ചക്കക്കൂട്ടാൻ. അത്രയേ ഉള്ളൂ. കൂടുതൽ സാധനങ്ങളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. നല്ല വെന്തിട്ടുണ്ട് സംഭവം. കുറേ നാളികേരം ഉണ്ടാവരുത്. അതുപോലെ നല്ല ജീരകം ഇടുകയാണെങ്കിൽ കുറച്ചിടാനേ പാടുള്ളൂ. നല്ല വെന്തിട്ടുണ്ട്. ഒന്നുകിടക്ക് തീ കത്തിച്ചപ്പോഴത്തേനും ഇത് വെന്തിക്കണം കേട്ടോ. നല്ലോണം ഒന്നുണ്ട് ഇളക്കി. ഇപ്പം നമ്മളെ ചക്കക്കൂട്ടാനുണ്ടോ ഉഷാറായിക്കണം. നല്ലോണം വെന്തിന് പായസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചക്ക കടിക്കാൻ വേണം. അപ്പം ഇന്നത്തെ ചോർക്ക് സ്പെഷ്യലാണ്. ചോർക്ക് മാത്രമല്ല, രാവിലെ ചായക്കടി ഇത് തന്നെയാണ്. എനിക്കിപ്പോൾ ഇനി വേറെ ചായക്കടി ഒന്നും ഉണ്ടാക്കാനാവില്ല. ഒന്നാമതൊന്നും കുഞ്ഞാണിയാക്കാക്ക് ടാപ്പിംഗ് ഇല്ല. പിന്നെ ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ്. അരി ഇടലാണ് കേട്ടോ. ചക്കക്കൂട്ടാൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ അരി, നല്ല വേവുള്ള അരിയാണ്. മാവേലിന്ന് വാങ്ങണ അരിയാണ് കേട്ടോ ഈ വേവുള്ള അരി. ഒക്കെ ചെറിയ മക്കളായിരുന്നു ഈ ചക്കക്കൂട്ടാൻ, അതുപോലെ ചോറ്, ചക്കക്കൂട്ടാൻ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് കറികളും
ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ മാവേലിയുടെ അരി അടുപ്പത്തിട്ടു. ഇത് വേവണമെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് മാവേലീൻ്റെ അരിയാണ്. മാവേലിൻ്റെ വലിയ ചോറായിരിക്കും കേട്ടോ അത്. പക്ഷെ അത് വെന്ത് കിട്ടണം. എത്രയോ സമയമായി. നമ്മൾ ഈ അടിപൊളി വിറകുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചോറ് ഇങ്ങനെ വെന്ത് കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഗ്യാസുമ്മലും റൈസ് കുക്കറിലൊന്നും വേവിക്കാൻ പറ്റാത്തൊരു അരിയാണിത്. അപ്പം അതാ ഞാൻ എന്തൊന്നും പാല് വാങ്ങാറില്ല, എന്തെങ്കിലുമൊക്കെ പാല് വാങ്ങും. പാല് വാങ്ങാൻ അവിടെ വരെ പോകണമല്ലോ, അത് വിചാരിച്ചാണ്. ഇത് വെച്ചിട്ടൊരു ചായ. ഇവിടെ കുഞ്ഞാണിയ കാക്കാക്ക് രാവിലെ പാൽ ചായ ഇഷ്ടമല്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കുഞ്ഞാണിയാക്ക പാലൊഴിച്ച ചായ കുടിക്കും. രാവിലെ കുഞ്ഞാണിയാക്കാക്ക് ഇഷ്ടമല്ല. എനിക്ക് ചായ ഇഷ്ടമാണെങ്കിലും ഷുഗർ കുറച്ചിട്ടോ, മധുരം ഒരു കുറച്ചേ ഇടുള്ളൂ. ചെറിയൊരു മധുരം. നല്ലോണം പാലൊഴിച്ചിട്ടൊരു ചായ. അത് എന്നൊന്നും വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കൊതി വരുമ്പോൾ. പിന്നെ സാധാരണ ചായ, കട്ടൻ ചായ, കാപ്പിയോ ഒന്നും ഞാൻ കുടിക്കലില്ല കേട്ടോ. ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയോ, പിന്നെ പാല് വാങ്ങിയിട്ട് ഇങ്ങനൊരു ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കും. അത്രയേ ഉള്ളൂ. അത് പാലിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, വെറും പാലാവണം. അതാണ് എനിക്കൊരിഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ആര് വന്നാലും ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാലിൽ മാത്രം, അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടുള്ള ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും. അങ്ങനെയാണ്. അപ്പോൾ അതാ ചായ റെഡി ആയിട്ടുണ്ട്. പൊടിയൊന്നും വല്ലാതല്ല, ഒരു പാകത്തെ പൊടി. അപ്പോൾ അതാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എമ്മിക്കുട്ടന് ഇഷ്ടപ്പെട്ട കിഴങ്ങ് പൊരിച്ചതാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിഴങ്ങ് പൊരിച്ചത്. അപ്പോൾ എമ്മിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിഴങ്ങ് പൊരിക്കുന്നത്. കിഴങ്ങ് പൊരിക്കുമ്പോൾ അതിലുള്ള മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ബീഫ് മസാല ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഞാൻ ഗരം മസാല ഇട്ടിട്ടുള്ളത്. ചിക്കൻ മസാലയും ബീഫ് മസാല ഇവിടെ അല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാല ഇട്ട് കുഴച്ച് 10 മിനിറ്റായിട്ട് പൊരിച്ച്. എമ്മിക്കുട്ടന് വലിയ ഇഷ്ടമാണ് കേട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊരിച്ച് കോരുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി നോമ്പൊക്കെ വരാൻ പോവുകയാണല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം, ഈമാനുള്ളൊരു മാസം എന്ന് പറയാം അല്ലേ. എല്ലാവരും കൂടുതൽ നേരം പ്രാർത്ഥനകളിലൊക്കെ ആയിരിക്കും അല്ലേ. വർഷത്തിലൊരിക്കൽ നമുക്ക് നോമ്പെടുക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലതാണ്. നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുന്നു. എല്ലാവരുടെയും നോമ്പും പണി തിരക്കൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളെ ജോലികളൊക്കെ ഓരോന്നോരോന്ന് തീർന്നു വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റാ.